പഹൽഗാം ആക്രമണത്തിൻ്റെ സൂത്രധാരകരെ കൊന്ന ആക്രമണം കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയിരുന്നു, ഓപ്പറേഷൻ മഹാദേവ്. എന്തായിരുന്നു അതിൻ്റെ ഓപ്പറേഷൻ രീതികൾ എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ വ്യക്തമാക്കി. സ്ഥലം ശ്രദ്ധിച്ചിരുന്നു അത്? ആ പ്രസംഗം കേട്ടിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ മഹാദേവ് നമ്മൾ നടത്തിയത് എങ്ങനെയാണ്? ഈ പഹൽഗാം ഭീകരര് 3 പേര്, ശരിക്കും 4 പേര് ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. ഒരാളുടെ കഥ പിന്നെ വരുമായിരിക്കും എന്താണ് എന്നുള്ളത്. അപ്പോൾ അമിത്ഷാ പറഞ്ഞതനുസരിച്ചിട്ട് ശനിയാഴ്ച മഹാദേവ് മലയിൽ നിന്ന്, മലയുടെ പേരാണ് മഹാദേവ് പീക്ക്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടത്. കാരണം മഹാദേവ് എന്ന് പേരുള്ള മലയിൽ വെച്ചിട്ടാണ് ഇവരെ ശരിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച മഹാദേവ് മലയിൽ നിന്ന് സാറ്റലൈറ്റ് ഫോൺ ഇവരുപയോഗിച്ചതിൻ്റെ സിഗ്നൽ കിട്ടി. റേഡിയോ ഫ്രീക്വൻസി ഉണ്ടായിരുന്നു. കാരണം സാറ്റലൈറ്റ് ഈ മൊബൈൽ ഫോണിലേക്ക് ഘടിപ്പിച്ചിട്ട് പാകിസ്ഥാനിലെ ഇവരുടെ ഹാൻഡ്ലേഴ്സുമായിട്ട് ഇവർ സംസാരിക്കുമല്ലോ. അങ്ങനെ സംസാരിക്കുമ്പോഴുള്ള റേഡിയോ ഫ്രീക്വൻസി പിടിച്ചെടുത്തിട്ടാണ് ഇവരെവിടെയാണെന്നുള്ളത് അറിഞ്ഞത്. അതാണ് അമിത്ഷാ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. സാറ്റലൈറ്റ് ഫോണിന്റെ സിഗ്നൽ കൊണ്ടാണ് ഇവരെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 17 ദിവസത്തിനിടയ്ക്ക് രണ്ടാമത്തെ തവണയാണ് ഈ റേഡിയോ സിഗ്നൽ ഈ ഭീകരരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയത്. 17 ദിവസം മുമ്പ് കിട്ടിയിരുന്നു വേറൊരു മലയിൽ. അന്ന് കിട്ടിയപ്പോൾ അത് വെച്ച് ഇവരെ തിരയാൻ തുടങ്ങിയതാണ്. പിന്നെ രണ്ടാമത്തെ സിഗ്നൽ കിട്ടിയപ്പോൾ ഈ മഹാദേവ് മലയിൽ ചെന്നിട്ട് ശരിപ്പെടുത്തുന്ന കഥയാണ് ഉണ്ടായത്. അപ്പോൾ നേരത്തെ ഈ സേന ഈ സിഗ്നൽ വെച്ച് ഈ ലിദ്വാസിനടുത്ത് മുൾനാർ പല കൊടുമുടി ആണല്ലോ പീക്ക് എന്ന് പറയുന്നത്, അവിടെ ചെന്നു. ലിദ്വാസ് എന്ന് പറയുന്നത് ഈ നേരത്തെ പഹൽഗാം പോലെ തന്നെ ഒരു പുൽമേടാണ്, മെഡോ ലിദ്വാസ്. ആ പുൽമേടിൻ്റെ അവിടെ പോയി. അത് ശ്രീനഗറിന് പുറത്തുള്ള ഡാച്ചിഗാം എന്ന് പറയുന്ന വനമേഖലയാണ്. ഈ ഡാച്ചിഗാം വനമേഖല നിൽക്കുന്നത് മഹാദേവ് എന്ന് പറയുന്ന മലയുടെ താഴ്വരത്തിലാണ്, ഈ പുൽമേടുമൊക്കെ. ഈ ഡാച്ചിഗാം വനത്തിൻ്റെ അകത്താണ് ഈ 3 ഭീകരരും ഉണ്ടായിരുന്നത്. അപ്പോൾ കൊല്ലപ്പെട്ട 3 പേരിൽ നിന്ന് ഈ ഫോണുകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തെളിവൊക്കെയായി. പിന്നെ ആയുധം, സ്ഫോടക വസ്തുക്കളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് ഇവരുടെ ബാഗുകളിൽ നിന്നൊക്കെ, ബാക്ക് പാക്കിൽ നിന്നൊക്കെ. അപ്പോൾ ഇവർ പഹൽഗാമിൽ പ്രയോഗിച്ച തോക്കില്ലേ, അതും ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും തെളിവായി. ഏപ്രിൽ 22-നാണ് ഇവർ 26 പേരെ കൊന്നത്. ആ കൊന്ന ആയുധങ്ങളും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്ന്. സുലൈമാൻ, അഫ്ഗാൻ, ജിബ്രാൻ 3 പേര്. 3 പേരും പാക് പൗരന്മാരാണ്, ഇന്ത്യക്കാരല്ല. അത് തന്നെ പാകിസ്ഥാൻ നടത്തിയതാണെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ. ജൂലൈ 11-ന് ബൈസരണിൽ നിന്നാണ് നമുക്ക് ആദ്യത്തെ സിഗ്നൽ കിട്ടിയത്. ജൂലൈ 11-ന് ഈ സാറ്റലൈറ്റ് ഫോണിന്റെ ബൈസരൺ വാലിയിൽ തന്നെയാണല്ലോ ഈ ആക്രമണം നടന്നത്. അന്നു മുതൽ രാത്രി പോലും ഉറക്കം ഒഴിച്ച് സേന ഇതിന്റെ പിന്നാലെ നിന്നു. ലൊക്കേഷൻ മാറിക്കൊണ്ടിരുന്നു ഈ ഭീകരരെ. അതിനുശേഷം ശനിയാഴ്ച മഹാദേവിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറഞ്ഞത് നടപ്പാക്കാം, ഇവരെ കൈകാര്യം ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഓപ്പറേഷന് പേര് വിട്ടു. സിഗ്നൽ ഡാച്ചിഗാം വനമേഖലയിലാണെന്നും മനസ്സിലായി. അപ്പോൾ ബൈസരൺ എന്ന് പറയുന്നത് അനന്ത്നാഗ് ജില്ലയിലാണ്. ഇത് ജില്ല വേറെയാണ്. അപ്പോൾ അനന്ത്നാഗ് ജില്ലയിലാണ് പഹൽഗാം. ഡാച്ചിഗാം അവിടെ നിന്ന് 120 കിലോമീറ്റർ ദൂരെയാണ്. 120 കിലോമീറ്റർ പഹൽഗാമിൽ നിന്ന് റോഡ് വഴി. പക്ഷെ വന വഴി പോവുകയാണെങ്കിൽ 40-50 കിലോമീറ്ററേ വരുള്ളൂ, കാട്ടുപാതയിൽ കൂടി പോയാൽ. ആരു എന്ന് പറഞ്ഞ വന്യമൃഗ സങ്കേതം 2ന്റെ ഇടയ്ക്കുണ്ട്. പഹൽഗാമിനും ഈ ഡാച്ചി വനമേഖലയ്ക്കും ഇടയിൽ ആരു എന്ന് പറഞ്ഞ വന്യമൃഗ സങ്കേതം ഉണ്ട്. അപ്പോൾ ഇവരെ കണ്ടുപിടിക്കാനായിട്ട് പിന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ താപ
പ്രസരണമൊക്കെ ഉണ്ടല്ലോ, ഹീറ്റ് സിഗ്നേച്ചർ ഇതിൽ നിന്നൊക്കെ ഉണ്ടാവില്ലേ, അത് പിടിച്ചെടുക്കുന്ന ഡ്രോണുകൾ ഈ വനമേഖലയിൽ പറത്തി സ്ഥിരീകരിച്ചു. ഇവരുണ്ട് എന്നുള്ളത് ഡ്രോണുകൾ കൊണ്ട് സ്ഥിരീകരിച്ചു. എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ 11:30 അവിടെ ചെന്നു. അപ്പം ഇവരൊരു താൽക്കാലിക കൂടാരത്തിൽ വിശ്രമിക്കുകയായിരുന്നു. നമ്മുടെ സേന ചെല്ലുന്നത് സർപ്രൈസ് ആയിരുന്നു, അവർ പ്രതീക്ഷിച്ചില്ല. അവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിരുന്നു. വിശ്രമിക്കുകയായിരുന്നല്ലോ, താൽക്കാലികമായിട്ട് കൂടാരം കിട്ടിയിട്ട്. സുലൈമാൻ ഷാ ഇതിലുള്ള ഒന്നാമൻ, അയാൾ LET ലഷ്കർ എ തൈബയുടെ കമാൻഡറാണ്. മുരിദ് കെ ആസ്ഥാനം ഉണ്ടല്ലോ LETയുടെ, മുരിദ് കെ ആസ്ഥാനത്ത് പരിശീലനം കിട്ടിയ ആളാണ് അയാള്. പിന്നെ ഹംസ അഫ്ഗാനി, ജിബ്രാൻ പാകിസ്ഥാൻകാര്. ജിബ്രാൻ കഴിഞ്ഞ കൊല്ലം മോർച്ച് തുരങ്കം ആക്രമണം നടന്നിട്ടുണ്ട്. 2Z മോർച്ച് തുരങ്കം ആക്രമണം, അതിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ജിബ്രാൻ. അപ്പോൾ ഇവര് പാകിസ്ഥാനിലേക്ക് അയച്ച സന്ദേശം റേഡിയോ ഫ്രീക്വൻസി അത് പിടിച്ചെടുത്തിട്ടാണ്, ആ ഉപകരണത്തിൽ നിന്നുള്ള സിഗ്നൽ കൊണ്ടാണ് നമുക്കിവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. റേഡിയോ ഫ്രീക്വൻസി മൊബൈൽ ഫോണിൽ ഘടിപ്പിക്കും, പക്ഷെ മൊബൈൽ ഫോൺ അല്ല ഉപയോഗിക്കുന്നത്, മറ്റേ റേഡിയോ ഫ്രീക്വൻസി വഴിയുള്ള സാറ്റലൈറ്റ് ഫോണുകളാണ് ഉപയോഗിക്കുന്നത്. ഫോണിൻ്റെ നെറ്റ്വർക്ക് അല്ല, അതാണ് രക്ഷപ്പെടാൻ അവർ ശ്രമിക്കുന്നത്. ഇവിടുത്തെ മൊബൈൽ ഫോൺ നെറ്റ്വർക്കിൽ അവരുടെ മൊബൈൽ ഫോൺ പെട്ട് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇത് നമ്മൾ റേഡിയോ ഫ്രീക്വൻസിയാണ് പിടിച്ചെടുത്തത്. ഈ മൊബൈൽ ഫോണിലേക്ക് വേറെ റേഡിയോ ഫ്രീക്വൻസിയുള്ള ഉപകരണം ഘടിപ്പിച്ചിട്ട് പാകിസ്ഥാനുമായിട്ട് ചെറിയ നേരത്തേക്ക് സംസാരിക്കുള്ളൂ. 2 വാചകം 1 വാചകമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓഫ് ചെയ്യും. ഈ ഫ്രീക്വൻസി പിടിക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. അപ്പോൾ പട്ടാളത്തിൻ്റെ സ്പെഷ്യൽ ഫോഴ്സ്, രാഷ്ട്രീയ റൈഫിൾസ്, പിന്നെ നമ്മുടെ ടെക്നിക്കൽ ഇൻ്റലിജൻസ് പിടിക്കുന്ന സംവിധാനം ഉണ്ടല്ലോ കശ്മീരിൽ, അത് സാറ്റലൈറ്റ് ഇമേജറി എന്ന് പറഞ്ഞാൽ ഉപഗ്രഹ ചിത്രങ്ങൾ, ഡ്രോണുകൾ, ഇതൊക്കെ വെച്ചു. തുരായ സാറ്റലൈറ്റ് ഫോണിൻ്റെ സിഗ്നേച്ചർ കണ്ടെത്താൻ ഇലക്ട്രോണിക് നിരീക്ഷണങ്ങൾ നടത്തി. എന്ന് പറഞ്ഞാൽ ഈ റേഡിയോ ഫ്രീക്വൻസി പിടിക്കാൻ ഇലക്ട്രോണിക് നിരീക്ഷണങ്ങൾ നടത്തി. അപ്പോൾ സാറ്റലൈറ്റ് ഫോണ്, റേഡിയോ സെറ്റ്, സിഗ്നൽ, അങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെ നമ്മൾ ഒരു മാപ്പിൽ ഇത് പ്ലോട്ട് ചെയ്യുകയാണ് എന്നും അമിത്ഷാ പറഞ്ഞു. ഇവർ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. മഹാദേവ് മല 13,000 അടി ഉയരത്തിലാണ് ഇവരെ കണ്ടെത്തിയ. അവിടെ ഗുഹകളൊക്കെ ഉണ്ട് ധാരാളം, പാറ ഗുഹകളും ഒക്കെ ഉണ്ട്. ആദ്യ റൗണ്ട് വെടിയിൽ തന്നെ ഒരാൾ കൊല്ലപ്പെട്ടു. അപ്പം മറ്റേ 2 പേര് തിരിച്ചു വെടിവെച്ചു. പിന്നെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടാണ് 2 പേരെ തീർത്ത് കളഞ്ഞത്. പഹൽഗാമിൽ അപ്പോൾ ഈ കൊല്ലപ്പെട്ട 3 പേര് ഇവർ തന്നെയാണോ എന്നുള്ളത് തിരിച്ചറിയണ്ടേ. അപ്പോൾ പഹൽഗാമിൽ കൊല്ലപ്പെട്ട കുറച്ചു പേരുടെ കുടുംബങ്ങൾ അന്ന് കൂടെ ഉണ്ടായിരുന്നു, അവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അവരെ വിളിച്ചു. പിന്നെ എന്നയുടെ തടവില് 2 പേരുണ്ട്. ഈ 3 പേരെയും ഒളിപ്പിച്ച 2 പേര്, ഭീകരന്മാർക്ക് ഒളിവിടം കൊടുത്ത 2 പേര്, അവരെ എന്നയെ കുറച്ചു നാളായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ 2 പേര്, പർവേസ് അഹമ്മദ് ജോത്താർ ഒരാള്, പിന്നെ ബഷീർ അഹമ്മദ് ജോത്താർ, ഈ 2 പേരെയും പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തിരിച്ചറിഞ്ഞു ഇത് ഇവരാണെന്ന്. ഹിൽ പാർക്കിൽ ഒളിപ്പിച്ചവരാണ് ഈ 2 പേര്, ഈ ജോത്താർമാര്. അപ്പോൾ എന്നയുടെ കസ്റ്റഡിയിൽ അവർ 2 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ 4 പേര് ഇവരായിരുന്നു കൊലയാളികൾ എന്നുള്ളത് സ്ഥിരീകരിച്ചു. പിന്നെ വെടിയുണ്ടകൾ മാച്ച് ചെയ്തു. പഹൽഗാമിലെ വെടിയുണ്ടയും ഇവിടുത്തെ മാച്ച് ചെയ്തു. അപ്പോൾ പാർലമെന്റിലോ മറ്റോ അമിത്ഷാ ഈ പ്രസംഗിക്കുമ്പോൾ ഈ ഏതോ ഒരു മണ്ടൻ കോൺഗ്രസ്സുകാരൻ പാകിസ്ഥാനിൽ നിന്നാണ് എന്തോ തെളിവ് എന്ന് ചോദിച്ചു. അപ്പോൾ അമിത്ഷാ പറഞ്ഞു, അവരുപയോഗിച്ചിരുന്ന ചോക്ലേറ്റ് പോലും പാകിസ്ഥാനിൽ നിന്നുള്ളതാണ്, നമ്മൾ അത്രയും എവിഡൻസ് ഉണ്ട്, അല്ലേ, തെളിവുണ്ട്
പാകിസ്ഥാനിൽ നിന്നുള്ളതാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ ഓപ്പറേഷൻ ഇപ്പൊ ഈ പറയുന്ന മുഖ്യ സൂത്രധാരൻ ഇയാള് പാകിസ്ഥാനിലെ മിലിറ്ററിയില് പാരാ കമാൻഡോ ആയിട്ട് ജോലി പട്ടാളത്തിലുണ്ടായിരുന്ന സുലൈമാൻ. അതെ, അപ്പൊ അയാളെ പിന്നെ ഈ ലഷ്കർ ഈ തൊയ്ബ എന്ന് പറയുന്ന ഭീകരസംഘടന റിക്രൂട്ട് ചെയ്യാം. അപ്പൊ അയാളെ ആക്രമണം റിക്രൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുക പട്ടാളം കൊടുക്കുന്നതാണല്ലേ. പിന്നല്ലാതെ അപ്പൊ ഇയാൾ എന്നിട്ട് അങ്ങോട്ട് കൊടുക്കുന്നതാണത്. അപ്പൊ ഇയാളെ 2021 കാശ്മീരിലേക്ക് കയറ്റി വിട്ടപ്പോൾ പറഞ്ഞത് അവിടേക്ക് വരുന്ന വിനോദസഞ്ചാരികളെ അല്ലെങ്കിൽ കശ്മീരുകാരല്ലാത്തവരെ അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥരെ തീർക്കുക, അങ്ങനെ ഒരു മിഷൻ ആയിരിക്കില്ല ഇയാൾക്കും കൊടുത്തിട്ടുണ്ടാവുക. അതെ, കാരണം പാകിസ്ഥാനുമായിട്ട് ഇവര് ഏതാണ്ട് 1 കൊല്ലമായിട്ട് ആ ഭാഗത്തുള്ളവരാണ്. പിന്നെ അത് പഠിക്കാനൊക്കെ ആയിട്ട് കുറെ ആളുകളെ ഒക്കെ നേരത്തെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ലേ, ജ്യോതി മൽഹോത്ര എന്നൊക്കെ പറഞ്ഞു. അവര് പഹൽഗാമിൽ നിന്ന് എടുത്ത് ചിത്രമൊക്കെ ഇവർക്ക് അയച്ചു കൊടുക്കുകയും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പട്ടാളക്കാരൻ പോയിട്ട് മുരിദ്കയില് ഈ റിക്രൂട്ട് ചെയ്യുന്ന യുവാക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് പരിശീലനം കൊടുക്കുക, ബാക്കിയുള്ളവർക്ക്. ഇതൊക്കെയാണ് ഈ സുലൈമാൻ, ഈ ലഷ്കറെ കമാൻഡർ. ഈ ലഷ്കറെ എന്ന് പറഞ്ഞാലും ISI എന്നൊക്കെ പറഞ്ഞാലും ഏതാണ്ട് സെയിം ആണല്ലോ, കവർ മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇതൊക്കെ കന്റോൺമെന്റിനോട് ചേർന്നിട്ടല്ലേ ഈ ബഹൽപൂര്, മുരിദ്ക എന്നൊക്കെ പറയുന്നത്. തൊട്ടടുത്ത് പട്ടാള താവളവും ഒക്കെ ആയിട്ട് വളരെ സൗകര്യത്തോടു കൂടി കഴിയുന്ന അല്ലേ, ഒരു ബാപ്പ പെറ്റ മക്കളാണ് ലഷ്കർ-e തയ്യബയും ISIയും. ഈ പാർലമെന്റിൽ ഈ വിഷയം സംബന്ധിച്ച് ചർച്ച നടക്കുമ്പോൾ തന്നെ ഈ ആക്രമണത്തിന്റെ സൂത്രധാരരെ കൊന്നു എന്നുള്ളത് സർക്കാരിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണെന്നും പറയാം അല്ലേ. അതെ, കാരണം ആ ചർച്ച തന്നെ വലിയ കഥയില്ലാതായിപ്പോയി. കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാതായിപ്പോയി. ഒന്നാമത് ശശി തരൂർ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു, അതോടുകൂടി തന്നെ തീർന്നു. പിന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നിട്ട് കുറെ വർത്തമാനം പറയുക, ഈ ഫ്രാൻസിസ് ജോർജ് ഒക്കെ ചെയ്തതുപോലെ. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുനീറിന് വേണ്ടിയും ഷെറീഫിന് വേണ്ടിയുള്ള ചോദ്യങ്ങള് പപ്പുമോനും കോൺഗ്രസ്സുകാരും KC വേണുഗോപാലും ഒക്കെ ചോദിക്കുന്ന ഒരു നാടകം ആണ് നടക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.